അച്ഛൻ ഇപ്പൊ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കും. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന, ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുക്കുക. എനിക്കറിയത്തില്ല. കേരളത്തിൽ തന്നെ ആദ്യത്തെ ദുരഭിമാനക്കൊലയ്ക്കിരയായ കെവിന്റെ 7ാമത്തെ ചരമവാർഷികം തികയുകയാണ്. 7 വർഷം തികയുന്നതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. കെവിന്റെ വൈഫായ നീനു പുതിയതായി ഒരു വിവാഹം കഴിച്ചിരിക്കുക എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പുതിയതായി വരുന്ന വാർത്ത. കല്യാണം കഴിച്ചത് വയനാട് സ്വദേശി എന്നുള്ളതാണ് ന്യൂസുകളിൽ വരുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി കെവിന്റെ ഫാദറിനോട് തന്നെ ചോദിക്കാം. കെവിന്റെ ഫാദറാണ് മുമ്പിട്ട് നിന്ന് കല്യാണം നടത്തിയെന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കെവിന്റെ ഫാദറിനോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരാണ്. ഇവിടെയായിട്ടാണ് കെവിന്റെ അച്ഛന്റെ വർക്ക്ഷോപ്പ് വരുന്നത്. നമുക്ക് കെവിന്റെ അച്ഛനോട് തന്നെ ഇതിന്റെ വിശദ വിവരങ്ങൾ എന്താണെന്നും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നും ചോദിച്ചറിയാം. അച്ഛൻ ഇപ്പൊ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അത് സത്യമാണോ? എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളിപ്പം വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയുന്നത്. ഇതുപോലെ പലരും ഈ ചാനലിൽ നിന്നൊക്കെ വിളിച്ചെന്നോട് ചോദിച്ചു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അവരുടെ കറക്റ്റ് അറിയണമെങ്കിൽ ഇട്ടവരോട് തന്നെ ചോദിക്കുക. ഈ ഇതിനകത്ത് ഇട്ടതാരാ, അവരോട് ചോദിക്കും. അച്ഛന് ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പല ന്യൂസിൽ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന, ഓൺലൈൻ ചാനലിൽ വന്നോണ്ടിരിക്കുന്ന അച്ഛനാണ് കൈ പിടിച്ച് കൊടുക്കുക. എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കെവിന്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വാർത്തയുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതും പുറത്തു വരുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്നുമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ മരുമകളായ നീനു ബാംഗ്ലൂരിൽ MSW കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുമായി യാതൊരു ബന്ധവും അവർക്കില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു വിവാഹം ഈ നിമിഷം വരെ നടന്നിട്ടുമില്ല എന്ന്.